ഹലോ ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു തോണി ഉണ്ടാക്കാനാണ്. അതിന് നമുക്കൊരു പേപ്പർ എടുക്കാം. നിങ്ങൾക്ക് കളർ പേപ്പറൊക്കെ എടുക്കാം കേട്ടോ വീട്ടിൽ. ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു പേപ്പർ നമുക്ക് ഇങ്ങോട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നേർക്ക് കിട്ടണം കേട്ടോ, ഇങ്ങനെ ഒന്ന് കിട്ടണം. അത് നമുക്ക് ഇത് ഇങ്ങോട്ട് മടക്കാം. ഉണ്ടല്ലേ, ഇങ്ങോട്ട് മടക്കുക. നേർക്ക് ഇതാക്കണം കേട്ടോ. അതിന് ശേഷം ഈ ഒരു ഭാഗം ഉണ്ടാവില്ലേ, അത് നമുക്ക് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യാം. പുറത്തും അങ്ങനെ തന്നെ ചെയ്യാം. നേരെ കിട്ടണം കേട്ടോ, ഇതുപോലെ. എന്നതിന് ശേഷം ഇങ്ങനെയുള്ളൊരു ഭാഗം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു തൊപ്പി കിട്ടും. ആ തൊപ്പി ഉണ്ടല്ലോ, ആ തൊപ്പി നമുക്ക് ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം കിട്ടും. അത് നമ്മൾ കണ്ടില്ലേ, ഇങ്ങനെയുള്ള സാധനം നമ്മൾ ഇങ്ങനെ മടക്കുക. രണ്ട് വശവും കേട്ടോ, ഇവിടെയും ഇങ്ങോട്ട് തന്നെ മടക്കി കൊടുക്കാം. ഞാൻ രണ്ട് ഭാഗവും മടക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടാവും തരാം. നമ്മൾ നേരത്തെ തൊപ്പിയാക്കിയുള്ള ചെറിയ തൊപ്പി. അപ്പോൾ അതും നമുക്ക് നേരത്തെ ആക്കിയ പോലെ ആക്കി വെക്കാം. പിന്നെ നിങ്ങൾക്ക് തോണി കിട്ടി. ഇനി ചെറുതാക്കണ്ടിക്കുക. പിന്നെ അതുപോലെ തന്നെ ഫോൾഡ് ചെയ്യാം കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഇങ്ങനെ ആക്കിയിട്ടും ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കുക. അതിന് ശേഷം പിന്നെ ഇങ്ങനെ തൊപ്പിയാക്കിയിട്ട് ഇങ്ങനെ ആക്കുക. ഒരു കുഞ്ഞി തോണി കിട്ടി. തോണി അത് നമുക്ക് ഇങ്ങനെ പിടിക്കാം. നമുക്ക് ഇങ്ങനത്തെ തോണിയൊക്കെ ആക്കണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു തോണി ഇട്ട് അന്നേരം അത് നമുക്ക് ഇങ്ങനെ ആക്കുക. അതിന് ശേഷം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇതുപോലത്തെ തോണി കിട്ടും. അത് ഇങ്ങനെയല്ല ഉണ്ടാവുക. നമുക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കാം. അന്നേരം നല്ലൊരു അടിയൊക്കെ കിട്ടി നല്ലൊരു സൂപ്പർ തോണിയായി. ലല്ലല്ല, നിങ്ങൾക്ക് തോണി നമുക്കൊന്ന് കാണാം. വെള്ളത്തിലിട്ടിട്ട് നോക്കാലോ നമുക്ക് ഒഴുകുമെന്ന്. ഗൈസ്, നമുക്ക് അപ്പോൾ തോണിയുണ്ട്, 3 തോണിയുണ്ട്. നമുക്ക് വെള്ളത്തിലിട്ട് കൊടുക്കാം. നിലത്ത് വെച്ചിട്ടിട്ടു കേട്ടോ. നമ്മളിപ്പോൾ ഇട്ട തോണിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പേപ്പർ തോണി ഞാൻ ഉണ്ടാക്കി വെച്ചത് ഇട്ട് കൊടുത്തു. നമ്മുടെ കളർഫുൾ തോണി ഇട്ട് കൊടുത്തു. ഞാൻ കരോണ്ട് തട്ട് സൂപ്പറായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇല്ല